Good evening to all. നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് നിർബന്ധമായും പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും തന്നെ ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതാണ്. First question, 1089 divided by 121. സ്ക്വയർ റൂട്ട് ആണ് ചോദിക്കുന്നത്. അതിന്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1089 divided by 121 ചെയ്യണം. 1089 divided by 121 equal to 9 is 9, 12 into 9, 108. Answer is 9. So, root of 9. Root of equal to root 9 ആണ്. Root 9 നമുക്കറിയാം 3 ആണ്. So, option 1 is the answer. 1089 divided by 121 ആദ്യം ചെയ്യണം. അതിന് ശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് കാണണം. 3 ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If angles A, B and C in a triangle ABC are 3x, 4x and 8x respectively, find the angles. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആണ്. 3x, ABCയിലെ 3 ആംഗിൾസ് ആണ് 3x, 4x, 8x. നമുക്കറിയാം in a triangle sum of 3 angles equal to 180 degree. Angle sum property of a triangle ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് ട്രയാങ്കിൾ ആയാലും ശരി, sum of 3 angles 180 degree. Sum of 3 angles 180 degree. ഏത് ട്രയാങ്കിൾ ആയാലും ശരി sum of 3 angles equal to 180 degree. ഇവിടെ ആംഗിൾസ് 3x plus 4x plus 8x equal to 180 degree. അപ്പോൾ ഇവിടെ ആംഗിൾസ് എത്രയാണ് കിട്ടുക? 15x, 3x plus 4x plus 8x, 15x equal to 180. So x equal to 180 by 15, which is equal to 12. So the angles are 3x, 3 into 12, 3 into 12, 36. Next angle 4x, 4 into 12, 48. Next angle 8x, 8 into 12, 96. So action നോക്കുക, angles are 36, 48, 96. So angles are the second option, 36, 48, 96. Answer is second option. ത്രികോണത്തിന്റെ 3 കോണുകൾ 3x, 4x, 8x. ആംഗിൾസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ത്രികോണം ഏതാണെങ്കിലും ട്രയാങ്കിൾ ഏതാണെങ്കിലും 3 ആംഗിൾ കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അപ്പൊ 3x, 4x, 8x 180. ഇവിടെ എക്സുകൾ എത്രയുണ്ട്? 3 മിഠായി, 4 മിഠായി, 5 മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, കൂട്ടിയാൽ 15 മിഠായി. അതുപോലെ 3x, 4x, 8x എല്ലാം കൂടെ കൂട്ടിയാൽ 15x 180. x 180 by 15, 12. അപ്പൊ ആദ്യത്തെ കോൺ A 3 into 12, അടുത്ത കോൺ 4 into 12, അടുത്തത് 8 into 12. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. Third question. I am a prime number. If you subtract by 2 from me, I become divisible by 7. ഞാനൊരു പ്രൈം നമ്പർ ആണ്, അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ എന്താണെന്നറിയാലോ? നമ്പർ ഹാവിംഗ് ഓൺലി 2 ഫാക്ടേഴ്സ്. അതാണ് പ്രൈം നമ്പർ. അതറിയാം, 2, 3, 5, 7 അതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഞാൻ അത്തരത്തിലൊരു പ്രൈം നമ്പറാണ്. എന്നിൽ നിന്ന് 2 കുറച്ചാൽ 7 കൊണ്ട് ഡിവിസിബിൾ ആകും എന്നാണ് പറയുന്നത്. ഞാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്.
ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാത്തിനെയും നമുക്ക് 2 കുറച്ച് നോക്കാം. 29 minus 2 27 not a divisible as 7. 19 minus 2 17 not a divisible as 7. 31 minus 2 29 not a divisible as 7. 23 minus 2 21 which is divisible by 7. So option 4 23 is the answer. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Average of 20 result is 80. If 3 is subtracted from each result, then what will be the new average? നമുക്ക് ആവറേജ് എന്ന പാഠഭാഗത്തിൽ ആവറേജ് കാണാനുള്ള ഫോർമുല നമുക്കറിയാലോ. ആവറേജ് പറഞ്ഞാൽ എന്താ? സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? സം കാണാൻ നമുക്കറിയാലോ. ആവറേജ് ഇൻറ്റു നമ്പർ. നമ്പർ കാണാൻ നമുക്കറിയാലോ. സം ഡിവൈഡഡ് ബൈ ആവറേജ്. ഇത്രയും ഫോർമുലകളുണ്ട്. ഇവിടെ നമുക്ക് 20 എണ്ണത്തിന്റെ ആവറേജ് 18 ആണ്. അപ്പൊ ആവറേജ് കിട്ടിയിട്ടുണ്ട്, നമ്പറും കിട്ടിയിട്ടുണ്ട്. സമ്മ് കാണാം, തുക കാണാം. 20 എണ്ണത്തിന്റെ ആവറേജ് ശരാശരി 18. ഇനി എല്ലാത്തിൽ നിന്നും 3 വീതം കുറച്ചാൽ ശരാശരി എന്താകും? പുതിയ ശരാശരി എന്താകും എന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് ഇതിന്റെ തുക കാണാം. തുക കാണാനായിക്കൊണ്ട് ആവറേജ് ഇൻറ്റു നമ്പർ. നമ്പർ എത്രയാണ്? 20 ആണ്. അപ്പോ 360. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ 20 എണ്ണത്തിൽ നിന്നും 3 കുറയ്ക്കണം. അപ്പോ ന്യൂ സം, പുതിയ സം എന്താവും? പുതിയ സം എന്താവും? എല്ലാത്തിനും ഈ 360 20 ഇൻറ്റു 3 എല്ലാത്തിനും 3 വീതം കുറയ്ക്കണം. അപ്പൊ 360 മൈനസ് 60 എത്ര വരും? 300 ആവും. നമ്പറിൽ വ്യത്യാസമൊന്നുമില്ല, 20 എണ്ണം തന്നെ. അപ്പൊ പുതിയ ആവറേജ്, ന്യൂ ആവറേജ് ഈക്വൽ ടു 300 by 20 which is equal to 15. Option 2 15 is the correct answer. ആദ്യത്തെ ശരാശരി 18 എന്ന് തന്നിട്ട് എല്ലാത്തിൽ നിന്നും 3 എണ്ണം കുറച്ചു. അപ്പൊ പുതിയ തുക കിട്ടി. 360 മൈനസ് 20 ഇൻറ്റു 3 60. അപ്പൊ 300. അപ്പോ പുതിയ ശരാശരി കാണാൻ 300 by 20 15. അടുത്ത ചോദ്യമാണ് the area of a circle. സർക്കിൾ അറിയാലോ നമുക്ക്. സർക്കിളില് സെന്ററിൽ കൂടെ വരയ്ക്കാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുക. എ ബി ആണ് ഡയമീറ്റർ. എ ബി ആണ് ഡയമീറ്റർ. ഓ ആണ് സെന്റർ. എ ബിക്ക് എന്താ പറയുക? എ ബിക്കാണ് നമ്മള് ഡയമീറ്റർ എന്ന് പറയും കേട്ടോ. ഡയമീറ്റർ എന്ന് പറയും. ഇതിന്റെ ഏരിയ ഓഫ് സർക്കിൾ, ഇതിന്റെ പരപ്പളവ് കാണാൻ എന്താ ചെയ്യേണ്ടറിയോ? 22/7 ഇൻറ്റു ഈ എ ബിയുടെ പകുതി ഇൻറ്റു പകുതി. എ ബിയുടെ പകുതിനെ 2 പ്രാവശ്യം ഇട്ട് എ ബിയുടെ പകുതിനെ 2 പ്രാവശ്യം ഇട്ട് ഇൻറ്റു ചെയ്ത് 22/7 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് ഏരിയ കിട്ടും. എ ബിയുടെ പകുതിനെ 2 പ്രാവശ്യം ഇട്ട് ഇൻറ്റു ചെയ്ത് പിന്നെ 22/7 കൊണ്ട് ചെയ്താൽ ഉത്തരം കിട്ടും. ഇതിൽ ഏതായിട്ടാണ് എടുക്കേണ്ടത് നോക്കുകയാണ്. നമുക്ക് ആദ്യം ഓരോ ഓപ്ഷനായി ചെയ്ത് നോക്കാം. 28/2 അല്ലെ? ഇൻറ്റു 28/2. 28ന്റെ പകുതി എത്രയാണ്? 14. ഇവിടെ 28ന്റെ പകുതി എത്രയാണ്? 14 കേട്ടോ. 7 കൊണ്ട് 14നെ വെട്ടിയ എത്ര കിട്ടുക? 2. ഇനി 22 ഇൻറ്റു 28 616 ആണ്. അപ്പോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ എങ്ങനെയാണ് സർക്കിളിന്റെ ഏരിയ കാണുക? ഇതാണ്ടോ, ഡയമീറ്ററിന്റെ പകുതി. അതിന് റേഡിയസ് എന്നാ പറയാ. ഡയമീറ്ററിന്റെ പകുതി 2 പ്രാവശ്യം ഇടുക. എന്നിട്ട് അതിന് 22/7 കൊണ്ട് ഗുണിക്കുക. എല്ലാത്തിലും അങ്ങനെ തന്നെ. 22/7നെ ഡയമീറ്ററിന്റെ പകുതി
പകുതി കൊണ്ട് 2 പ്രാവശ്യം ഇൻഡ്യൂ ചെയ്താൽ ഏരിയ കിട്ടും. ഇതിൽ ഏതിട്ട് ചെയ്താലാണ് 616 കിട്ടുക എന്ന് നോക്കുക. ഓരോ ഓപ്ഷൻ ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുത്ത് നോക്കി. അപ്പൊ 28 ഇട്ടപ്പോ കറക്റ്റായി കിട്ടി. 28 ആണ് അപ്പോ കറക്റ്റ് ആൻസർ കേട്ടോ. വലിയ ക്ലാസ്സിൽ എത്തുമ്പോ ഇതിന്റെ സൂത്രവാക്യമൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ. ഈ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ ചുറ്റളവ് കാണണം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ ഈ ഷേപ്പിലൂടെ നടന്നു പോയാലേ അയാൾ പൂർത്തിയാക്കുമ്പോൾ ആകെ എത്ര ദൂരം നടന്നിരിക്കും, അതാണ് അതിന്റെ പെരിമീറ്റർ പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിന് എ എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് എയിൽ നിന്ന് ഒരു ഭാഗത്ത് കൂടെ സഞ്ചരിച്ച് ആകെ എത്ര ദൂരം പോകുന്നുണ്ട് എന്ന് നോക്കാം, കണക്കാക്കി നോക്കാം. ഇയാൾ ആകെ നടക്കാൻ ഇറങ്ങിയാൽ എത്രയാണ് പോവുക? ഇവിടെ എത്ര ദൂരം പോകും നോക്കാം. 1 + 3 + 2 + 3 + 4 + 1 + 3 + 2 + 3 + 4 + 1 + 3 + 2 + 3 + 4 + 1 + 3 + 2 + 3 + 4 എത്തി. ആകെ ഒന്ന് ശരിയാണോ നോക്കാൻ എത്ര 1 ഉണ്ട്, എത്ര 2 ഉണ്ട്, എത്ര 3 ഉണ്ട് നോക്കിയാൽ മതി. എത്ര 1 ഉണ്ട് ഇതിലാകെ എത്ര 1 പോയിട്ടുണ്ട് ആള്? 1 2 3 4 1 2 3 4 ആകെ പോയിട്ടുണ്ട് അല്ലേ? 4 1 പോയിട്ടുണ്ട്. പ്ലസ് എത്ര 3 പോയിട്ടുണ്ട് നോക്കാം. ഇവിടെ നോക്കാം ശരിയാണോ നോക്കാം. 1 2 3 ഇവിടെ 4 5 6 7 8 8 3 ഉണ്ട്. നമ്മൾ 8 3 എഴുതിയിട്ടില്ലേ? 1 2 3 4 5 6 7 8 8 3 ഉണ്ട്. പ്ലസ് എത്ര 2 പോയിട്ടുണ്ട് നോക്കാം. എത്ര 2 പോയിട്ടുണ്ട്? ഇതുപോലെ 1 ഇവിടെ 2 3 4 4 2 പോയിട്ടുണ്ട്. ഇനി 4 ഇല്ലേ? എത്ര 4 ഉണ്ട് നോക്കട്ടെ. 2 ഇവിടെ കറക്റ്റാണോ നോക്കാം. 1 2 3 4 2 കറക്റ്റാണ്. ഇനി അടുത്ത എത്ര 4 ഉണ്ട്? 1 2 3 4 4 4 അല്ലേ? അപ്പൊ എത്ര 4 ഉണ്ട് ഇവിടെ നോക്കി ശരിയാണ് നോക്കാൻ. 1 2 3 4. അപ്പോ 1 4 is 4, 3 8s are 24, 4 2s are 8, 4 4s are 16. എല്ലാം കൂടെ കൂട്ടിയ ഉത്തരം കിട്ടുമല്ലോ. 20 52 ഉത്തരമുണ്ട്. 52 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരാൾ എ എന്ന് പറയുന്ന ഒരു കോർണറിൽ നിന്ന് പുറപ്പെട്ട് ഇതിന്റെ ചുറ്റു പോയി വരുമ്പോഴേക്കും ആകെ എത്ര ദൂരം സഞ്ചരിച്ചിരിക്കും എന്നതാണ് ഇതിന്റെ പെരിമീറ്റർ. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ 2 52 ആണ് കറക്റ്റ് ആൻസർ. Next question. Product of two numbers is 1296. If one number is 16 times the other, find the smaller number. ഇപ്പൊ നമ്പർ ഏതൊക്കെ വിചാരിക്കാൻ? നമ്പർ ഒരു നമ്പർ എക്സ്, പിന്നെ മറ്റേ നമ്പർ അതിന്റെ 16 ടൈംസ് 16 മടങ്ങ് 16x. ഈ രണ്ട് നമ്പറും കൂടെ ഇൻഡ്യൂ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ നമ്പർ. അപ്പൊ ആ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? $1296. അപ്പൊ ഈ നമ്പർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 1296നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 കൊണ്ട്
16 × 8 128, ബാലൻസ് 1 ഒരു പ്രാവശ്യം. x × x 81. ഇതിൽ ഏത് നമ്പറാണ് വരിക? ഏത് നമ്പറാണ് x ആയിട്ട് വരിക? രണ്ട് പ്രാവശ്യം ഇൻഡ്യൂസ് ചെയ്താൽ 91 കിട്ടണം. 9 × 9 അല്ലേ 81. 9 × 9 അല്ലേ 81. അപ്പൊ x പറയുന്ന നമ്പർ ഏതാണ്? 9 ആണ്. കണ്ടോ? ഒരു നമ്പർ x അടുത്തതിന്റെ 16 ടൈംസ് 16 ടൈംസ്. അപ്പൊ എക്സും 16x കൂടെ ഇൻഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടി. നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ നോക്കി x × x ഇതിൽ ഏതോ ഒരു നമ്പർ രണ്ട് പ്രാവശ്യം ഇട്ട് ഇൻഡ്യൂസ് ചെയ്താൽ കിട്ടും. ഏതാത്? 9 ആണ്. സോ ഓപ്ഷൻ 4 9 is the correct answer. Next question. Write a Roman numeral. ഈ തന്നിരിക്കുന്ന നമ്പർ കണ്ടോ? ഇതിന്റെ അറബിക് ന്യൂമറൽ. ഇതിനെ അറബിക് ന്യൂമറലായിട്ട് എങ്ങനെയാ എഴുതുക എന്നുള്ളതാണ്. ഇൻഡോ അറബ്സ് എന്നാണ് നമ്മൾ സാധാരണ നമ്മളുടെ ഈ അക്കങ്ങളെ സംഖ്യകളെ പറയുക. ഇൻഡോ അറബ്സ് കേട്ടോ. അപ്പൊ അറബിക് ന്യൂമറലായിട്ട് കണ്ടുപിടിക്കണം. ഇതിൽ എത്രയാണെന്നാണ്. നമുക്ക് റോമൻ ലെറ്ററിൽ എങ്ങനെയാ അറിയോ? സി എന്ന് പറയുന്നത് 100 ആണ്. ഡി എന്ന് പറയുന്നത് 500 ആണ്. എക്സ് എന്ന് പറയുന്നത് 10 ആണ്. എക്സിന്റെ മുന്നിൽ ഒന്നിട്ടാൽ 9 ആണ്. അങ്ങനെയാണ്. ഇപ്പൊ ഈ അവസാനത്തെ നോക്ക് 1x എഴുതി കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? 9 ആണ്. 3x ഈ റോമൻ ലെറ്ററിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. 3 കൂടുതൽ പ്രാവശ്യം. അപ്പൊ 40 എഴുതാൻ 4x അങ്ങോട്ട് എഴുതാൻ പാടില്ല. 4x അങ്ങോട്ട് എഴുതാൻ പാടില്ല. 3 എണ്ണം വരെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഈ 3x പറയണത് എന്താണ്? 3x എത്രയാണ്? 30 ആണ് കേട്ടോ. അപ്പൊ 30 9 എത്രയായി? 39. ഡി പറയുന്ന എത്രയാണ്? ഡി 500 ആണ് കേട്ടോ. അപ്പോ സി ഡി എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? 500ന്ന് 100 കുറച്ചതാണ്. എത്രയാത്? സി ഡി എത്രയാണ്? അപ്പോ 400. അപ്പൊ 400 സി ഡി പറഞ്ഞ 400 ആണ്. ഉത്തരം എത്ര വരിക? അപ്പത് 439 ആണ് ആൻസർ. 439 ആണ് ആൻസർ കേട്ടോ. കേട്ടോ? ഡി എഴുതി അതിന്റെ മുന്നിലിട്ടാലേ ഇത് 600 എന്ന് വരും. മുന്നിലിട്ടാ കൂട്ടണം, പിന്നാലെ ഇട്ടാലേ കുറയ്ക്കണം. അപ്പൊ ഈ ഉത്തരം 439 ആണ്. Next question. Question number 9. A photo frame is in the shape of a quadrilateral with one diagonal longer than the other. Which one of the following is possible shape of the photo frame? Quadrilateral പറഞ്ഞാൽ എന്താ അറിയോ? 4 സൈഡുള്ള രൂപമാണ് ചതുർഭുജം. 4 സൈഡുള്ളത് കേട്ടാ. ഒരു ഫോട്ടോ ഇല്ലേ, ഈ ചതുർഭുജ രൂപത്തിലാണ്. ചതുർഭുജം പറഞ്ഞാൽ ഇതിനെ റെക്റ്റാങ്കിൾ പറയും കേട്ടോ. റെക്റ്റാങ്കിൾ പറയും കേട്ടോ. അടുത്തത് ഒരേപോലെ വരണ ഇതിനെന്ത് പറയോ? സ്ക്വയർ പറയും കേട്ടോ. സ്ക്വയർ പറയും. അടുത്തതിന് എന്താ പറയാ അറിയോ? പാരലലോഗ്രാം, സമാന്തരീകം പറയും. പാരലലോഗ്രാം കേട്ടോ. ഇതാണ് അതിന് പേര് കേട്ടാ. ഇനി ഇങ്ങനെ ഒരു ഷേപ്പ് വരും കേട്ടോ. ഡയമണ്ട് എന്നൊക്കെ പറയില്ലേ, ശരിക്കും അതിന്റെ പേരെന്താ അറിയോ? റോംബസ് എന്നാണ്. റോംബസ് ആണ് കേട്ടോ. സമഭുജ സമാന്തരീകം പറയും. പിന്നെ വേറെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ, കൈറ്റ് പറഞ്ഞിട്ട്, പടത്തിന്റെ തല പോലെ ഇങ്ങനെയൊന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇരിക്കും. ഇതില് ഡയഗണൽ പറഞ്ഞാൽ ഇങ്ങനെ ഇടയിൽ കൂടെ വരയ്ക്കുന്നില്ലേ, കോർണർ ടു കോർണർ വരയ്ക്കില്ലേ. റെക്റ്റാങ്കിളിൽ ഇത് രണ്ട് ഈക്വൽ ആണ്. സ്ക്വയറിലും തന്നെ ഈക്വൽ ആണ്. പാരലലോഗ്രത്തിലെ ഈക്വൽ അല്ല. പാരലലോഗ്രത്തിലെ ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോ ആകാം. ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എപ്പോഴും ഈക്വൽ ആകാതെ വരുന്നതാണ് എന്ത്? റോംബസ്. റോംബസ് ആണ് കറക്റ്റ് ആൻസർ. Which one of the following is the possible shape of the photo frame? ഇതാണ്ടോ, ഇങ്ങനെയും വരാം. റോംബസ്, one diagonal longer than the other. ഈ പാരലലോഗ്രത്തിലും ഈക്വൽ ആവണമെന്നില്ല കേട്ടാ. പാരലലോഗ്രത്തിലും ഈക്വൽ ആവണമെന്നില്ല.
റോംബസിൽ എപ്പോഴും ആവില്ല, റോംബസിലാവില്ല. ഇവിടെയും കൈറ്റും ആകില്ല. പക്ഷെ കൈറ്റ് ഓപ്ഷനിൽ തന്നിട്ടില്ല. ഇതിന്റെ പേര് കൈറ്റ് എന്നാണ്, പട്ടത്തിന്റെ തല പോലെ. അപ്പൊ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് റോംബസ് ആണ്. സമഭുജ സാമാന്തരികം മലയാളത്തില്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 10. 3 numbers are in the ratio 3:4:5. Their LCM is 2400. HCF കാണണം. നമ്പേഴ്സ് റേഷ്യോ ആണ്. റേഷ്യോ പറഞ്ഞാൽ നമുക്കറിയാലോ, വെട്ടി ചുരുക്കി ചെറുതാക്കി തരികയാണ്. അപ്പൊ ശരിക്ക് പറഞ്ഞ നമ്പേഴ്സ് എങ്ങനെ വരും? നമ്പേഴ്സ് എങ്ങനെ വരിക? 3x 4x 5x. അതിന്റെ ഇതാണ്ടോ, അതിന്റെ LCM പറയണത് ഈ എല്ലാം കൂടെ ഇൻറ്റു ചെയ്താണ് കേട്ടോ. 3x × 4x × 5x ആണ് 2400. അപ്പൊ അതിന്റെ LCM എന്ന് പറയണത് ഈ ഇതൊക്കെ പോട്ടെ, LCMത്തിലെ x എല്ലാത്തിനും ഒന്നും വേണ്ട, x മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 60x. അതിന്റെ LCM 60x 2400. അപ്പൊ x പറഞ്ഞാലോ 2400 വേണ്ട, 0 വെട്ടി കേട്ടോ, എന്താ വരിക? 40. അതാണ് അതിന്റെ HCF ആയിട്ട് വരിക. ഈ HCF ആണ് x. HCF ആണ് x. x എത്രയാണത്? 40. Next question. At which one of the following times is the angle between hands of a clock exactly straight line? Straight angle എന്താണ്? ഇപ്പോൾ നമ്മൾ ഇതാണല്ലോ ക്ലോക്കിന്റെ നേരെ വരിക. സ്ട്രൈറ്റ് ആംഗിൾ പറഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് അക്യൂട്ട് ആംഗിൾ, ഇതാണ് റൈറ്റ് ആംഗിൾ, ഇതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി സ്ട്രൈറ്റ് ആംഗിൾ പറഞ്ഞാൽ നേരെ വരുന്നതാണ്. അപ്പോ സ്ട്രൈറ്റ് ആംഗിൾ വരുന്നത് ഈ പറയുന്നതിൽ ഏത് സമയത്താണ് സ്ട്രൈറ്റ് ആംഗിൾ ആയിട്ട് വരിക? എപ്പോഴാണ് വരിക? 6 മണി, 6 AM, 6 AM 6 PM ഏതിനും വരും. 6 മണിയാകുമ്പോ ഇതാണ്ടോ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ നേരെ നിൽക്കും, അവർ ഹാൻഡ് ഇങ്ങനെ 6ന് നേരെ നിൽക്കും. അപ്പൊ ഈ ആംഗിൾ എത്ര വരും? ഇതാണ്ടോ 180 ഡിഗ്രി ആയിട്ട് വരും. സ്ട്രൈറ്റ് ആംഗിളിന്റെ ആംഗിൾ എങ്ങനെയാണ്? 180 ഡിഗ്രി ആണ്. ഒബ്റ്റ്യൂസ് പറഞ്ഞാൽ മോർ ദാൻ 90 ആണ്, 90 കൂടുതൽ. ഇത് 90, ഇതോ ലെസ് ദാൻ 90. അപ്പൊ ശരിക്കും സ്ട്രൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? 6 മണിക്കാണ്. 9:15 അങ്ങനെ വരില്ല കേട്ടോ. 9:15 അങ്ങനെ വരില്ല. എന്താ അറിയോ? 15 ഇങ്ങനെ വരുമെങ്കിലും 9:15 എന്ന് പറയുമ്പോഴേക്കും മിനിറ്റ് ഹാൻഡ് അല്പം മുകളിലേക്ക് പോയിണ്ടാവും. പിന്നെ ഇതാണ് കേട്ടോ 9:15 ഇങ്ങനെ വരും. ഇനി 12 PM എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? രണ്ടും നേർക്ക് വരും. 12 AM 12 PM ഒക്കെ ഇങ്ങനെ നേർക്ക് നേരി വരും. സ്ട്രൈറ്റ് ആംഗിൾ ആവില്ല. 6 മണിക്കാണ് കറക്റ്റ് ആൻസർ. 6 AM ആയിക്കോട്ടെ 6 PM ആയിക്കോട്ടെ. ഇപ്പോൾ 6 AM ഓപ്ഷൻ ആയി തന്നത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത നോക്കിയോട്ടോ. 12 person can finish a piece of work in 15 days. 12 ആളുകൾ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. In how many days will the same work be completed by 20%? ഇതേ ജോലി 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. 12 ആൾക്കാര് 15 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 persons. ഇവിടെ 12 persons 20 days. ഇവിടെ 20% days അറിയില്ല. ഇപ്പൊ ഡേയ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? 12 × 15 divided by 20. 5 കൊണ്ട് വട്ടാം. 5 3s are 15, 5 4s are 20, 4 3s are 12. അപ്പോ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 3 3s are 9 days. 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 12 ആൾക്കാർ 15 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 20 ആളുകൾ 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും.
അടുത്തത് നോക്കാം. ദ LCM ഓഫ് ടു പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ഒക്കെ അറിയാലോ നമുക്ക്. 2, 3, 5, 7, 11, 13 ഇങ്ങനെ പോകുന്നതാണ് പ്രൈം നമ്പേഴ്സ്. രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ LCM ഏതാണ്? എന്താ കാണാൻ? LCM കാണാൻ എന്താ ചെയ്താൽ മതി? പ്രോഡക്റ്റ് കണ്ടാൽ മതി. ഏത് രണ്ട് പ്രൈം നമ്പർ തന്നാലും ശരി, അതിന്റെ LCM കാണാൻ പറഞ്ഞാൽ പ്രോഡക്റ്റ് കണ്ടാൽ മതി. ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കണ്ടാൽ മതി. രണ്ട് അഭാജ്യ സംഖ്യകൾ തന്ന് അതിന്റെ ലസാഗു കാണാൻ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം കണ്ടാൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 13 men can do a piece of work in 16 days. In how many days 15 men can do the same work? 30 ആളുകൾ 16 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. അപ്പൊ എത്ര ജോലിയായി? 30 persons 16 days. 15% നമ്പർ ഓഫ് ഡേയ്സ് അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് കാണാൻ 30 into 16 divided by 15. 15 കൊണ്ട് നമുക്ക് വെട്ടാം. 15 2s are 30. അപ്പൊ ആൻസർ എത്ര വരിക? 16 into 2 32. ഓപ്ഷൻ ഫസ്റ്റ് 32 is the answer. Next question. In what time a train whose length is 100 meter moving with a speed of 60 km per hour crosses a platform whose length is 150 meter? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഒരു ട്രെയിൻ ആണ്. ട്രെയിനിന് 100 മീറ്റർ നീളമുണ്ട്. ഇതിന് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകണം. പ്ലാറ്റ്ഫോമിന് 150 മീറ്റർ നീളമുണ്ട്. ട്രെയിനിന്റെ സ്പീഡ് 60 km/h ആണ്. ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ പോകും ട്രെയിൻ. ഈ പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയം വേണം? സമയം വേണമെന്നാണ് ചോദ്യം അല്ലേ? നമുക്കറിയാം ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം കടക്കാൻ ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം അത്രയും ദൂരം പോണം. അപ്പൊ ടോട്ടൽ ഇവിടെ 100 plus 150 250 മീറ്റർ ആണ് ഈ ട്രെയിനിന് ഈ പ്ലാറ്റ്ഫോം കടക്കാൻ പോകേണ്ടത്. അപ്പൊ പ്ലാറ്റ്ഫോം കടക്കാനായി ട്രെയിനിന് പോകേണ്ട ഡിസ്റ്റൻസ് 250 മീറ്റർ ആണ്. ടൈം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ 250 ബൈ സ്പീഡ് 60 km/h ആണ്. km/h meter/second ആക്കണം. കാരണം ഡിസ്റ്റൻസ് മീറ്റർ ആണ്. 5/18. നമുക്ക് 6 കൊണ്ട് വെട്ടാം. 6 3s are 18. 6 10s are 60. 0 0 വെട്ടിക്കളഞ്ഞു. 5/3 ചെയ്യുന്നതിന് പകരം 25 into 5/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 3/5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. വീണ്ടും ഇവിടെ ക്യാൻസൽ ചെയ്തു. 15 സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ 1 15 സെക്കൻഡ് is the correct answer. ട്രെയിനിന് പ്ലാറ്റ്ഫോം കടക്കാൻ ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂട്ടിയ ദൂരമാണ് സഞ്ചരിക്കേണ്ടത്. 100 മീറ്റർ നീളമുള്ള ട്രെയിനിന് 150 മീറ്റർ നീളമുള്ള പാലം കടക്കണം, പ്ലാറ്റ്ഫോം കടക്കണം. അപ്പൊ മൊത്തം 250 മീറ്റർ പോണം. ടൈം ആണ് കാണേണ്ടത്. ടൈം കണക്കാക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് 250. 250/60. സ്പീഡ് km/h ആണ്. km/h meter/second കേട്ടോ. 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 6 കൊണ്ട് വെട്ടിക്കളഞ്ഞു. 6 3s are 18. 6 10s are 60. 0 വെട്ടിക്കളഞ്ഞു. 25 into 5/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 3/5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ആൻസർ 15 സെക്കൻഡ്. ഓപ്ഷൻ ഫസ്റ്റ് ഈസ് ദ ആൻസർ. USS നവോദയ പരീക്ഷകൾക്കുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 9446487743 or 9497645358. Okay, thank you.